യുറേനിയം കൈമാറാൻ തയ്യാറാണ്. ഹോർമുസിന്റെ അധികാരം തിരിച്ചു കിട്ടണം. അമേരിക്കയ്ക്ക് മുൻപിൽ പുതിയ ഉപാധി വെച്ചിരിക്കുകയാണ് ഇറാൻ. പാകിസ്ഥാൻ മുഖാന്തരം അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇതാണ്. ഏറെക്കുറെ ഡയലൂട്ട് ചെയ്ത ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ തങ്ങൾ സമർപ്പിക്കുകയും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു. അതിൽ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വളരെ പ്രാധാന്യമായ രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഇറാൻ പറയുന്നത്, അങ്ങനെയെങ്കിൽ തങ്ങൾ സമ്പുഷ്ട യുറേനിയം കൈമാറാൻ തയ്യാറാണ്. കൈമാറാൻ തയ്യാറാകുന്നതിൽ കുറച്ച് നിബന്ധനകൾ വെച്ചു. അതിലൊന്ന്, അമേരിക്ക കൈമാറാൻ തയ്യാറല്ല, പകരം ഞങ്ങൾ റഷ്യ കൈമാറാൻ തയ്യാറാണ്. 2016 സമാനമായിരിക്കും സംഭവം ഉണ്ടായപ്പോൾ ഇറാന് സമ്പുഷ്ട യുറേനിയം അമേരിക്ക കൈമാറിയിരുന്നു. അന്ന് അന്താരാഷ്ട്ര തലത്തിലൊരു കരാർ വ്യവസ്ഥയായിരുന്നു. അമേരിക്ക, ബ്രിട്ടന്, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പിന്നീട് റഷ്യ, ചൈന അടക്കം ഇവിടെ വിവാദമായിരിക്കുന്ന ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് സമ്പുഷ്ട യുറേനിയം ഇറാനിൽ വെക്കാൻ വേണ്ടി പറ്റില്ല, അതെന്ത് ചെയ്യണം, അത് കൈമാറണം എന്നുള്ളതായിരുന്നു അന്നത്തെ കരാർ വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം ഒബാമയുടെ കാലത്താണ് ആ സംഭവം നടക്കുന്നത്. 2016 ആ കാലഘട്ടത്തിലാണ് അതെന്ത് ചെയ്തിട്ടുണ്ട്, റഷ്യക്ക് കൈമാറി. 2016 ആ സംഭവം നടന്നു. ഏറെക്കുറെ 2017 സമയത്ത് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രസിഡന്റായിട്ട് തിരിച്ചു വന്നതോട് കൂടിയിട്ട് ഏകപക്ഷീയമായ രീതിയിൽ അമേരിക്ക ഈ കരാറിന് പിന്മാറി. അമേരിക്ക കരാറിന് പിന്മാറിയ സമയത്ത് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ട് ആണവായുധം നിർമ്മിക്കാനുള്ള വലിയൊരു അവസരമായിട്ട് അത് ഉപയോഗിച്ചു. അപ്പോൾ റഷ്യയോട് എന്ത് ചെയ്തു, തങ്ങളുടെ സമ്പുഷ്ട യുറേനിയം തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവർ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, അന്ന് 30% ഡയലൂട്ട് ചെയ്ത യുറേനിയം അവരുടെ കൈവശത്തിലുണ്ടായിരുന്നത്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് അത് 60%-ലേക്കാക്കി. ഇനി 90% ആക്കണമെങ്കിൽ ഏറെക്കുറെ ഒരു 6 ദിവസം, 7 ദിവസം, ഒരാഴ്ച കൂടി വന്നാൽ മതി എന്നിടത്തേക്ക് അയക്കുന്നത്. 90% ആയാൽ പിന്നീട് ആണവായുധം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ കൈവശത്തിലുള്ള ഈ യുറേനിയവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് 15 ആണവായുധമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള യുറേനിയം അവരുടെ കൈവശത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ 2ാം ഘട്ടത്തിൽ ഈ പ്രശ്നമായി വന്ന സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ സമ്പുഷ്ട യുറേനിയം കൈമാറാൻ തയ്യാറാണ്. ആർക്കാണ് കൈമാറേണ്ടത്? ഇവർക്ക് കൈമാറാൻ തയ്യാറാണ്, റഷ്യയുടെ കൈവശത്തിലേക്ക് കൈമാറാൻ തയ്യാറാണ്. അതിന് പകരം ഹോർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് സമ്പൂർണ്ണ അധികാരം തരണം. എങ്ങനെ അധികാരം? വെറുതെ അധികാരം തരേണ്ട ആവശ്യമില്ല. വെറുതെ അധികാരം ഇപ്പോൾ നിലവിലുണ്ടല്ലോ. പകരം അവിടെ നിന്ന് ചുങ്കം പിരിക്കാനുള്ള അനുമതി UN നേതൃത്വത്തിലുള്ള സംവിധാനത്തോടു കൂടി, അതല്ലെങ്കിൽ മധ്യസ്ഥർ മുഖാന്തരം തങ്ങൾ കിട്ടണം. എന്തിനാണ് തങ്ങളത് പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം തരണം. രാജ്യത്ത് 2015-ലും 2016-ലും വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ നേതൃത്വ കൂട്ടക്കൊല ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതൊക്കെ ഞങ്ങൾ നഷ്ടം തരണം. ആ നഷ്ടം തരാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും തയ്യാറാവുകയാണെങ്കിൽ ഹോർമൂസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചുങ്കം പിരിക്കില്ല. എന്നാൽ നിങ്ങൾ നഷ്ടം തരുന്നില്ലെങ്കിലോ ഇവിടുന്ന് ഞങ്ങൾ ചുങ്കം പിരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇടപെടാനും പാടില്ല. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിഷേധക്കുറിപ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്ത് പുറത്ത് വന്നിട്ടില്ല. അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാര്യം കണക്ക് പ്രകാരം യുദ്ധം ഇന്ന് 2ാം ഘട്ടം തുടങ്ങേണ്ടതാണ്. ഡേറ്റും കാര്യങ്ങളും എല്ലാം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനകത്തേക്ക് യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, കവചിത വാഹനങ്ങൾ, സംവിധാന കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പറയുന്ന നിമിഷത്തിൽ തന്നെ യുദ്ധം ആരംഭിക്കും. അത് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഇറാനിലുണ്ടാക്കും എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ യുദ്ധ സന്നാഹങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. സർവ്വനാശം വിതക്കുന്ന രീതിയിലായിരിക്കും ഇസ്രായേലിനകത്തേക്ക് തങ്ങൾ പ്രവേശിക്കുക. മാത്രമല്ല അമേരിക്കയുടെ അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുള്ള സർവ്വ മേഖല ഞങ്ങൾ തകർത്ത് ആടുമെന്നാണ് പറഞ്ഞത്. ഒന്നുപോലും ശേഷിക്കാത്ത വിധം തകർത്ത് നശിപ്പിക്കാൻ മാത്രം ഞങ്ങൾക്ക് ശക്തിയുണ്ട്, ബലമുണ്ട്, തങ്ങളത് ചെയ്യും. ഈ കാര്യമാണ് ഇറാൻ പറഞ്ഞത്. ആ പേടി അവർക്ക് നല്ലതുണ്ട്. കാര്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചൈനയെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുകയും അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല സംസാരിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിലെ ആഭ്യന്തര വിഷയത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ ഇടപെടുന്നുണ്ട്, ഈ അമേരിക്ക ഇടപെടുന്നുണ്ട്. ആ ഇടപെടൽ ഒഴിവാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്, നിങ്ങൾ എല്ലാ രാജ്യത്തും കയറിങ്ങായിട്ട് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമുള്ള കാര്യമാണ്.
തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചൈന പറഞ്ഞു, തായ്വാൻ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അവർക്ക് ആയുധം കൊടുക്കുക, അവർക്ക് പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കുക, അവർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുക, ചൈനയിൽ നിന്ന് വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം റിപ്പബ്ലിക് ആകാനുള്ള എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ നൽകുമെന്ന് പറയാം. ഇതൊന്നും അനുവദിക്കപ്പെടുന്നതല്ല, ഇതൊന്നും അനുവദനീയവുമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലും പ്രശ്നത്തിലും ഇടപെടുന്ന പ്രവർത്തനങ്ങൾ അമേരിക്ക നിർത്തിവെക്കണം. ഇനി ഇറാനിലേക്ക് വരുന്ന സമയത്ത് അവർ പറഞ്ഞു, ഇറാനിലെ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കാൻ വേണ്ടിയിട്ട് ഇടപെടണം എന്നാണ് ട്രംപ് ചൈനയോട് പറഞ്ഞത്. അതിന് ചൈന നൽകുന്ന മറുപടി ഇതാണ്, നിങ്ങൾ ആദ്യം ആ മേഖലയുള്ള ഉപരോധം പിൻവലിക്കുക, ആ ഭൂമിയുമായിട്ടോ അല്ലെങ്കിൽ ആ കടലുമായിട്ടോ നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾ എന്തിനാണ് കപ്പലുകളും യുദ്ധക്കപ്പലുകളും പടകളുമായിട്ട് അവിടേക്ക് വരേണ്ട കാര്യം? അതൊരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു ദേശമാണ്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് ആ കടൽ, ഹോർമുസ് കടൽ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതും അവിടെ പ്രതിരോധം ഉണ്ടാക്കുന്നതും അവിടെ ഉപരോധം സൃഷ്ടിക്കുന്നതും ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ചൈന ഇതിൽ ഇടപെട്ടുകൊണ്ട് ചൈനക്ക് കുറഞ്ഞ തരത്തിൽ പെട്രോളിയം നൽകാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ അമേരിക്ക സഹായിക്കും എന്നിടത്തേക്കാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ചൈനയുടെ അഭിപ്രായം. ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് അവർ എത്ര ലളിതമായ രീതിയിൽ തായ്മയോട് കൂടി സംസാരിക്കും. അവിടെ കാര്യം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ശത്രുവായിട്ട് കാണുകയും പിന്നീട് ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്യും. ഇത് സ്ഥിരമായ രീതിയിൽ പല രാജ്യങ്ങളും അമേരിക്ക പരീക്ഷിച്ചതാണ്, അമേരിക്ക പരീക്ഷ വിജയിച്ചതാണ്. അതുകൊണ്ട് ആ പരിപാടികളൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. അതുകൊണ്ട് അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ഇറാനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ. അവർ പറഞ്ഞാൽ ആ കാര്യം ചെയ്യും, അവർ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾക്ക് വസ്തുക്കൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് തരത്തിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും ചൈനയിലേക്ക് പെട്രോളിയം എത്തിക്കണം എന്നാണ് അവർ തീരുമാനിച്ചതെങ്കിൽ അത് പാകിസ്ഥാൻ വഴിയായിട്ടോ വേറെ ഏതെങ്കിലും വഴിയായിട്ടോ അവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരുന്നുള്ള ഉറപ്പാണ്. എന്നാൽ ആ പ്രവൃത്തിയൊന്നും അമേരിക്ക ചെയ്യില്ല. അതുകൊണ്ട് അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ല, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ളിടത്തേക്കാണ് അവർ ഈ ചാനലുമായിട്ടുള്ള അഭിമുഖത്തിൽ ഷി ജിൻപിങ് തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് നിരാശയോട് കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങിയതിന് ശേഷം പിന്നീട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ ഭയങ്കരമാണ് എന്ന് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഖത്തറും UAEയും അമേരിക്കയോട് പറഞ്ഞിരിക്കുകയാണ്. ഈ യുദ്ധം നിങ്ങൾ വിചാരിക്കുന്ന പോലെ തമാശയല്ല. യഥാർത്ഥത്തിൽ ചൈന യുദ്ധം തുടങ്ങിയിട്ടില്ല. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ താങ്ങാൻ മാത്രം അമേരിക്കക്ക് പോലും സാധിക്കില്ല. ഈ കുറഞ്ഞ കാലത്തിനുള്ളിൽ അത് ലോകത്തിന് മനസ്സിലായതാണ്. നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്നുള്ള ചോദ്യം തന്നെ ഈ അറേബ്യൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും യുദ്ധം അവസാനിക്കുകയാണ് എന്നുള്ളതും ഇനി ഒരു കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധത്തിൻ്റെ ഒരു നിയമ സംവിധാനം കൊണ്ടുവരുമെന്നുള്ളതും അവരുടെ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഉപരോധം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തൊട്ടടുത്ത ദിവസം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രൂത്ത് സോഷ്യൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും പുതുതായിരിക്കുന്ന പ്രസ്താവന പുറപ്പെടുവിച്ചത്.